എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇൻസ്പെക്ടിംഗ് അസിസ്റ്റന്റ് സ്പെഷ്യൽ ടോപ്പിക് മിന്റ് എന്ന ഭാഗത്തെ ചോദ്യോത്തരങ്ങളാണ് നോക്കാൻ പോകുന്നത്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ ഉത്തരമാണ് മിന്റ്. കോയിനുകൾ അച്ചടിക്കാൻ അധികാരമുള്ള കേന്ദ്ര സർക്കാർ സ്ഥാപനം ഏതാണെന്നായിരുന്നു ചോദിച്ചത്. ഇതിന്റെ ഉത്തരമാണ് മിന്റ്. ഇതിന് പ്രത്യേകിച്ച് എക്സ്പാൻഷൻ ഒന്നും വരുന്നില്ല, അതുകൊണ്ട് നമുക്കിതിനെ മിന്റ് തന്നെ വിളിക്കാം. നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടന്നാലോ. നമുക്ക് പതിവ് പോലെ ചോദ്യങ്ങളും ഉത്തരങ്ങളായിട്ട് ഡിസ്കസ് ചെയ്ത് പോവാം. ആദ്യത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. നാണയങ്ങൾ നിർമ്മിക്കുന്ന ഔദ്യോഗിക സർക്കാർ സ്ഥാപനം അറിയപ്പെടുന്നത് ഏത് പേരിൽ? ഓപ്ഷൻസ് വായിക്കാം, എന്നിട്ട് നിങ്ങൾ ആൻസർ ചെയ്യാം. നാണയങ്ങൾ നിർമ്മിക്കുന്ന ഔദ്യോഗിക സർക്കാർ സ്ഥാപനം അറിയപ്പെടുന്നത് ഏത് പേരിൽ? നമ്മളിപ്പോൾ ഇതിവിടെ ഡിസ്കസ് ചെയ്തിട്ടേ ഉള്ളൂ, അപ്പോൾ എല്ലാവർക്കും ആൻസർ കിട്ടും. ആൻസർ ഓപ്ഷൻ ബി, മിന്റ് അല്ലെങ്കിൽ ടാങ്ക് ശാല. നാണയങ്ങൾ നിർമ്മിക്കുന്ന ഔദ്യോഗിക സർക്കാർ സ്ഥാപനം അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? മിന്റ് അല്ലെങ്കിൽ ടാങ്ക് ശാല. നാണയങ്ങൾ അച്ചടിക്കുന്ന അല്ലെങ്കിൽ നിർമ്മിക്കുന്ന ഫാക്ടറികളെയാണ് പൊതുവെ മിന്റ് എന്ന് വിളിക്കുന്നത്. മലയാളത്തിൽ ഇതിനെ ടാങ്ക് ശാല എന്നും പറയാറുണ്ട്. കടലാസ് നോട്ടുകൾ അച്ചടിക്കുന്നത് പ്രസ്സുകളിലാണ്. പോയിന്റ് ഒന്ന് ഓർത്ത് വെക്കുക. രണ്ടാമത്തെ ചോദ്യം, ഇന്ത്യയിൽ നാണയങ്ങൾ നിർമ്മിക്കാനുള്ള പൂർണ്ണ അധികാരം താഴെ പറയുന്നവരിൽ ആർക്കാണുള്ളത്? ഓപ്ഷൻസ് വായിക്കുക, ആൻസർ പറയാം. ഇന്ത്യയിൽ നാണയങ്ങൾ നിർമ്മിക്കാനുള്ള പൂർണ്ണ അധികാരം താഴെ പറയുന്നവയിൽ ആർക്കാണ് ഉള്ളത്? ആൻസർ ഓപ്ഷൻ ബി, ഭാരത സർക്കാർ. ഇന്ത്യയിൽ നാണയങ്ങൾ നിർമ്മിക്കാനുള്ള പൂർണ്ണ അധികാരം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, ഭാരത സർക്കാരിനാണ്. ഇന്ത്യയിൽ കറൻസി നോട്ടുകൾ ഇറക്കാനുള്ള അധികാരം റിസർവ് ബാങ്കിനാണെങ്കിലും കോയിനേജ് ആക്ട് പ്രകാരം നാണയങ്ങൾ രൂപകൽപ്പന ചെയ്യാനും നിർമ്മിക്കാനുള്ള പൂർണ്ണ അധികാരം കേന്ദ്ര സർക്കാരിനാണ്. അത് ഓർത്ത് വെക്കുക. നാണയങ്ങൾ രൂപകൽപ്പന ചെയ്യാനും നിർമ്മിക്കാനുള്ള പൂർണ്ണ അധികാരം കേന്ദ്ര സർക്കാരിന്. ഇനി മൂന്നാമത്തെ ചോദ്യമാണ്, താഴെ പറയുന്നവയിൽ ഇന്ത്യയിലെ ഒരു ഔദ്യോഗിക മിന്റ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? താഴെ പറയുന്ന ഓപ്ഷനിൽ ഇന്ത്യയിലെ ഒരു ഔദ്യോഗിക മിന്റ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ എ, മുംബൈ. താഴെ പറയുന്നവയിൽ ഇന്ത്യയിലെ ഒരു ഔദ്യോഗിക മിന്റ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്നാണ് ചോദിച്ചത്. ഓപ്ഷൻ എ ആണ് കറക്റ്റ്, മുംബൈ. ഇന്ത്യയിൽ ആകെ 4 സ്ഥലങ്ങളിലാണ് ഔദ്യോഗിക മിന്റുകൾ ഉള്ളത്. അപ്പോൾ അത് ഓർത്ത് വെക്കുക എവിടെയൊക്കെയാണുള്ളത്. ഏതൊക്കെയാണെന്ന് വെച്ചാൽ മുംബൈ, കൊൽക്കത്ത, ഹൈദരാബാദ്, നോയിഡ എന്നിവയാണ്. ഒന്നുകൂടി വായിക്കാം. മുംബൈ, കൊൽക്കത്ത, ഹൈദരാബാദ്, നോയിഡ, ഇവിടെയാണ് മിന്റുകൾ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അത് ചോദ്യം വരും, ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെക്കണം. നമുക്ക് നാലാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. നാണയങ്ങൾ അച്ചടിക്കുന്ന പ്രക്രിയ പൊതുവെ അറിയപ്പെടുന്നത് എങ്ങനെയാണ്? നാണയങ്ങൾ അച്ചടിക്കുന്ന പ്രക്രിയ പൊതുവെ അറിയപ്പെടുന്നത് എങ്ങനെയാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, മിന്റിങ് അല്ലെങ്കിൽ കോയിനേജ്. നാണയങ്ങൾ അച്ചടിക്കുന്ന പ്രക്രിയ പൊതുവെ അറിയപ്പെടുന്നത് മിന്റിങ് അല്ലെങ്കിൽ കോയിനേജ്. ലോഹക്കട്ടകൾ ഒരുക്കി നിർദ്ദിഷ്ട അളവിലും രൂപത്തിലും മുറിച്ച് അച്ചുകളിൽ അമർത്തി നാണയങ്ങളാക്കി മാറ്റുന്ന ആകെ പ്രക്രിയയാണ് മിന്റിങ് എന്ന് വിളിക്കുന്നത്. ഒന്നുകൂടി വായിക്കാം. ലോഹക്കട്ടകൾ ഉരുക്കി നിർദ്ദിഷ്ട അളവിലും രൂപത്തിലും മുറിച്ച് അച്ചുകളിൽ അമർത്തി നാണയങ്ങളാക്കി മാറ്റുന്ന ആകെ പ്രക്രിയ, അതിനെയാണ് മിന്റിങ് എന്ന് വിളിക്കുന്നത്. അടുത്ത അഞ്ചാമത്തെ ചോദ്യം, ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ഒരു നാണയം കൊൽക്കത്ത മിന്റിൽ നിന്നുള്ളതാണെന്ന് എങ്ങനെ തിരിച്ചറിയാം? ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ഒരു നാണയം കൊൽക്കത്ത മിന്റിൽ നിന്നുള്ളതാണെന്ന് എങ്ങനെയാണ് തിരിച്ചറിയാം? ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത്. വർഷത്തിന് താഴെ പ്രത്യേക അടയാളങ്ങളൊന്നും തന്നെ ഉണ്ടാകില്ല. അതെന്താ നോക്കാം. ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ഒരു നാണയം കൊൽക്കത്ത മിന്റിൽ നിന്നുള്ളതാണെന്ന് തിരിച്ചറിയാനുള്ള ഒരു മാർഗമാണ് വർഷത്തിന് താഴെ പ്രത്യേക അടയാളങ്ങൾ ഒന്നും തന്നെ ഉണ്ടാകില്ല. കൊൽക്കത്ത മിന്റിൽ നിർമ്മിക്കുന്ന നാണയങ്ങളിൽ വർഷത്തിന് താഴെ യാതൊരുവിധ മിന്റ് മാർക്കുകളും ഉണ്ടാകാറില്ല. മുംബൈയിൽ ഡയമണ്ടും ഹൈദരാബാദിൽ സ്റ്റാറും നോയിഡയിൽ ഡോട്ടുമാണ് അടയാളങ്ങൾ. അപ്പോൾ അടയാളങ്ങൾ നോക്കിയിട്ടാണ് എവിടെ നിന്നാണ് നിർമ്മിക്കുന്നതെന്ന് തിരിച്ചറിയുന്നത്. നിങ്ങൾ വേണമെങ്കിൽ കയ്യിലുള്ള ഒരു നാണയം എടുത്ത് നോക്കിയാൽ മതി. അപ്പോൾ അതിൻ്റെ വർഷത്തിന് താഴെ ഉണ്ടാവും. അപ്പോൾ കൊൽക്കത്തയിൽ നിന്ന് നിർമ്മിക്കുന്നതാണെങ്കിൽ അതിന് യാതൊരു മിന്റ് മാർക്കും ഉണ്ടാകില്ല. മുംബൈയിൽ ഡയമണ്ടും ഹൈദരാബാദിൽ സ്റ്റാറും നോയിഡയിൽ നിന്നുമാണെങ്കിൽ ഡോട്ടുമാണ് അടയാളങ്ങൾ. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ഇനി നമുക്ക് കുറച്ച് പോയിന്റ്സ് പഠിക്കാം. നമ്മൾ 4 മിന്റുകൾ പരിചയപ്പെട്ടല്ലോ, അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് നോക്കാം. ആദ്യത്തേത് മുംബൈ മിന്റ്, മഹാരാഷ്ട്ര. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ മിന്റുകളിൽ ഒന്നാണ്. 1829 സ്ഥാപിതമായത്. അപ്പോൾ അതിൻ്റെ തിരിച്ചറിയാനുള്ള അടയാളം നമ്മൾ പഠിച്ചത് ഡയമണ്ട് രൂപമായിരിക്കും. പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വർഷത്തിന് താഴെ ഒരു ചെറിയ ഡയമണ്ട് അടയാളം കണ്ടാൽ അത് മുംബൈയിൽ നിർമ്മിച്ച നാണയമാണ്. അപൂർവമായി എം അല്ലെങ്കിൽ ബി എന്ന അക്ഷരവും ഇതിനായി ഉപയോഗിക്കാറുണ്ട്. ഓർത്ത് വെക്കുക, മുംബൈ മിന്റ് മഹാരാഷ്ട്രയിലാണ്. പിന്നെ 1829 സ്ഥാപിതമായത്. അപ്പോൾ ഡയമണ്ട് രൂപം അടയാളം.
അടുത്ത മിന്റ് കൊൽക്കത്ത മിന്റ്, പശ്ചിമ ബംഗാളിൽ. ഇന്ത്യയിലെ വളരെ പഴക്കമുള്ള മറ്റൊരു മിന്റ്. അപ്പോൾ ഏറ്റവും പഴക്കമേറിയത് ഇതാണ്. 1757 പ്രവർത്തനം ആരംഭിച്ചത്. നിലവിലെ പ്ലാന്റ് അരിപ്പൂരിലാണ്. ഇതിൻ്റെ തിരിച്ചറിയാനുള്ള അടയാളങ്ങളൊന്നും തന്നെ ഉണ്ടാകില്ല. ഇപ്പം നാണയം നിർമ്മിച്ച വർഷത്തിന് താഴെ യാതൊരുവിധ അടയാളവും ഇല്ലെങ്കിൽ അത് കൊൽക്കത്ത മിന്റിൽ നിന്ന് ഇറങ്ങിയതാണ്. കൊൽക്കത്ത മിന്റിൻ്റെ ഓർത്ത് വെക്കേണ്ടത് ഏറ്റവും പഴക്കം ചെന്ന മിന്റ് 1757 പ്രവർത്തനം ആരംഭിച്ചത്. അടയാളങ്ങളൊന്നും ഉണ്ടാവില്ല വർഷത്തിന് താഴെ. തിരിച്ചറിയാനുള്ളത് അങ്ങനെയാണ്. മൂന്നാമത്തെ മിന്റ് ഹൈദരാബാദ് മിന്റ്, തെലങ്കാനയിൽ. ഹൈദരാബാദ് നൈസാമിൻ്റെ കാലത്ത് 1903 സ്ഥാപിതമായത്. അപ്പം അതിൻ്റെ തിരിച്ചറിയാനുള്ള അടയാളം നക്ഷത്രം. വർഷത്തിന് താഴെ വ്യക്തമായ ഒരു 5 മുന നക്ഷത്ര ചിഹ്നം ഉണ്ടെങ്കിൽ അത് ഹൈദരാബാദിൽ നിർമ്മിച്ചതാണ്. ഹൈദരാബാദ് വർഷം ഓർത്ത് വെക്കുക 1903 തെലങ്കാന. വർഷത്തിന് താഴെ നക്ഷത്ര ചിഹ്നം ഉണ്ടെങ്കിൽ അത് ഹൈദരാബാദിൽ നിന്ന് നിർമ്മിച്ചതാണ്. ഇനി നാലാമത് വരുന്നതാണ് നോയിഡ മിന്റ്, ഉത്തർപ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ഏറ്റവും പുതിയ മിന്റാണ്. കറൻസി ആവശ്യങ്ങൾ വർദ്ധിച്ചതിനെ തുടർന്ന് 1988 ഇത് പ്രവർത്തനം ആരംഭിച്ചത്. അപ്പം അതിൻ്റെ തിരിച്ചറിയാനുള്ള അടയാളം ചെറിയ വട്ടത്തിലുള്ള കുത്ത്. വർഷത്തിന് താഴെ ദീർഘവൃത്താകൃതിയിലോ വട്ടത്തിലുള്ള ഒരു ചെറിയ ഡോട്ട് ഉണ്ടെങ്കിൽ അത് നോയിഡ മിന്റിൽ നിർമ്മിച്ച നാണയമാണ്. നോയിഡ മിന്റ് ഓർത്ത് വെക്കേണ്ടത് ഉത്തർപ്രദേശിലാണ്. അപ്പം ഏറ്റവും പുതിയ മിന്റ് ചോദിച്ചാൽ അത് നോയിഡ മിന്റ് 1988 പ്രവർത്തനം ആരംഭിച്ചത്. അപ്പോൾ അത് തിരിച്ചറിയാനുള്ളത് വർഷത്തിന് താഴെ ചെറിയ വട്ടത്തിലുള്ളൊരു കുത്ത്. ജസ്റ്റ് ഒരു ടേബിളായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മിന്റുകൾ ഏതൊക്കെയാണെന്നും അതിൻ്റെ അടയാളവും രൂപങ്ങളും അത് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. ഞാൻ ഇനി വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഇതിൻ്റെ ഒരു കൗതുക വാർത്തയും കൂടി പറഞ്ഞിട്ട് ക്ലാസ് അവസാനിപ്പിക്കാം. ഇന്ത്യയിൽ നാണയങ്ങളുടെ ദൗർലഭ്യം ഉണ്ടായ ചില പ്രത്യേക കാലഘട്ടങ്ങളിൽ വിദേശ രാജ്യങ്ങളിലെ, ഉദാഹരണത്തിന് കാനഡ, ദക്ഷിണ കൊറിയ, UK, റഷ്യ മിന്റുകളിൽ നിന്നും ഇന്ത്യ ഭാരത സർക്കാരിൻ്റെ അനുമതിയോടെ നാണയങ്ങൾ നിർമ്മിച്ചിറക്കിയിട്ടുണ്ട്. അവയിലും പ്രത്യേക വിദേശ മിന്റ് അടയാളങ്ങൾ കാണാം. ജസ്റ്റ് ഒന്ന് വെറുതെ വായിച്ചാൽ മതി. ഈ ടോപ്പിക്കിൽ നമുക്ക് ഇത്ര മാത്രം പഠിച്ചാൽ മതി. ജസ്റ്റ് മിന്റ് എന്താണെന്ന് ഓർത്ത് വെക്കുക. ഏതൊക്കെയാണ് മിന്റുകൾ? 4 മിന്റുകളുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വർഷം കൂടി നോക്കി വെക്കുക. പിന്നെ ഡോട്ടുകളും ചിഹ്നങ്ങളൊക്കെ വരുന്നത് ചിലപ്പം ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നോക്കി വെക്കുക. നിങ്ങൾക്കുള്ള ഒരു ചോദ്യം കൂടി ചോദിച്ചിട്ട് ഞാൻ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ചോദ്യം ഇതാണ്: ബാരോമീറ്റർ കണ്ടുപിടിച്ചത് ആരാണ്? ബാരോമീറ്റർ ഒക്കെ നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അത് സിലബസിൽ വരുന്ന ഒരു ഭാഗമാണ്. വെർനിയർ കാലിപ്പർ, സ്ക്രൂ ഗേജ്, ബാരോമീറ്റർ ഒക്കെ. അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.